ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. RC ഹോബി കാറിന്റെ ഒരു ടൈഫൂണിന്റെയും പിന്നെ ഡിഫൻഡർ 110 വീഡിയോ നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് എൻക്വയറീസും കാര്യങ്ങളും വന്നായിരുന്നു. നമുക്ക് മെസ്സേജ് ആയിട്ടും അല്ലാതെയൊക്കെ വന്നായിരുന്നു. ആ വണ്ടി എവിടെ നിന്നാണ് വാങ്ങിച്ചത്, എത്ര രൂപയായി, അത് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്നതിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ആ വണ്ടിനെ പറ്റി നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിച്ചത്, എത്ര രൂപയായി, ഇന്ത്യയിൽ നമുക്ക് ആ വണ്ടി അവൈലബിൾ ആണോ, ആ വണ്ടി വാങ്ങിക്കുന്ന നമുക്ക് ആ പൈസക്ക് മുതലാണോ, പിന്നെ ആ വണ്ടിക്കുള്ള പോസിറ്റീവ് നെഗറ്റീവ്സ് അതൊക്കെ അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ രണ്ട് വണ്ടിയും ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ട്, ടൈഫൂണും ഡിഫൻഡറും. അപ്പൊ ഈ രണ്ട് വണ്ടീനെ പറ്റിയും ഈ ടൈഫൂണിനെക്കാളും കൂടുതൽ നമുക്ക് എൻക്വയറീസ് വന്നേക്കുന്നത് ഡിഫൻഡർ 110 നമ്മുടെ ഈ വണ്ടി സെയിലിനുണ്ടോ അതിനൊക്കെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ വണ്ടി ഇപ്പൊ നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് വാങ്ങിയാണ് ചെയ്തത്. ഡ്രാഗൺ മാൾ മൈ ടോയ്സ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് നമ്മൾ ഡിഫൻഡറും ഈ ടൈഫൂണും ഡയറക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യണത്. ഇതിന്റെ പ്രൈസ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻഡറിന്റെ 350 AD ടൈഫണ്ട് വരുന്നത് 420 AD ആണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഡിഫൻഡറിന് നമ്മുടെ ഇന്ത്യൻ മണി അനുസരിച്ച് ഏകദേശം ഒരു 8,000 അടുത്തും ടൈഫണിന് ഒരു 9,000 സംതിങ് അടുത്തും രണ്ടിനും റേറ്റ് വരുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ ഡയറക്റ്റ് അവിടെ പോയി വാങ്ങിച്ചുകൊണ്ടാണ് വണ്ടിക്ക് ഈ ഒരു പ്രൈസ് നമുക്ക് ഈ ഒരു പ്രൈസിൽ നമുക്ക് വണ്ടി കിട്ടുന്നത്. ഇതല്ലാതെ നമ്മളിപ്പോൾ അവിടെയുള്ള ആരെങ്കിലും വാങ്ങിച്ചിട്ട് ഈ സാധനം നമ്മളിപ്പോൾ കൊറിയർ വരെ ഇങ്ങോട്ട് അയക്കാനാണെങ്കിൽ ആ കൊറിയർ ചാർജും പിന്നെ ഇവിടെ ഡ്യൂട്ടി വന്നതെന്ന് പറയാൻ നേരം വണ്ടിയുടെ എമൗണ്ടിന്റെ ഇത്ര പെർസെൻറ്റേജ് ഡ്യൂട്ടി വരും. അപ്പൊ ഡ്യൂട്ടിയും കൊറിയറും ആകാൻ നേരം തന്നെ നല്ലൊരു എമൗണ്ട് ആവും. ഈ വണ്ടിയുടെ 2 ഇരട്ടി പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് കൊറിയർ അയച്ച് നമുക്ക് വണ്ടി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പോയാൽ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ട്, അവര് ലീവിന് ഇങ്ങോട്ടൊക്കെ വല്ലതും വരണമെങ്കിൽ അവരുടെ ടിക്കറ്റിന്റെ ബാഗേജിന്റെ കൂടെ നമുക്കിത് കൊണ്ടുവരാൻ പറ്റും. ഞാനിത് കൊണ്ടുവന്ന അങ്ങനെയാണ്. നമ്മുടെ നോർമലി ടിക്കറ്റിനകത്തുള്ള ബാഗേജിന്റെ കൂടെ ലഗേജ് എന്തിൽ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ചിലവൊന്നുമില്ല. നമുക്ക് കറക്റ്റ് വണ്ടിയുടെ ഒറിജിനൽ എമൗണ്ട് എന്നുള്ളത് 8,000-വും 9,000-വും ആ പ്രൈസ് മാത്രമേ ആയുള്ളൂ. പിന്നെ ഈ വണ്ടി നമ്മളിപ്പോ എടുത്തു കൊടുക്കണമെന്ന് ചോദിച്ചാൽ തൽക്കാലം ഇപ്പൊ കറന്റിൽ നമ്മൾ ഇത് എടുത്തു കൊടുക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിപ്പിങ്ങിന്റെ പ്രശ്നം തന്നെയാണ്. നമുക്കിപ്പോ ഇങ്ങോട്ട് എടുത്തു തരാനായിട്ട് ഈ കൊറിയർ ചാർജ് ഇത്രയാകും. പിന്നെ അത് മാത്രമല്ല, ഇത് രണ്ടും ചൈനീസ് ബ്രാൻഡാണ്. ഈ ടൈഫണും ഡിഫൻഡറും വന്നത് ചൈനീസ് ബ്രാൻഡാണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ സ്പെയറിന്റെ അവൈലബിലിറ്റി നമ്മുടെ ഇന്ത്യയിലും പിന്നെ ഓൺലൈൻ നമ്മൾ വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കുറവാണ്. അപ്പൊ ഓൾറെഡി നമ്മുടെ ഈ രണ്ട് വണ്ടിക്കും കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ വണ്ടി എടുത്തിട്ട് ഏകദേശം 1 മാസം എടുത്താൽ ഈ 1 മാസം നമ്മൾ ഡെയിലി 2 വണ്ടി ഒരേപോലെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഓഫ് റോഡും ഇതല്ലാതെ ഡ്രിഫ്റ്റും നമ്മൾ കുറച്ച് സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് പ്രശ്നം വന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ നമ്മൾ ഈ വണ്ടി ഇങ്ങോട്ട് കൊറിയർ വരെയാലും അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് വേറൊരു കസ്റ്റമറിന് നമ്മൾ ഈ 2 വണ്ടിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിന് സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്പെയറിന്റെ അവൈലബിലിറ്റിയാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ വണ്ടി തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്ത് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ ആവശ്യപ്രകാരം ഇപ്പൊ ഡബിൾ എമൗണ്ട് അടച്ച് തന്നെ നമ്മൾ കൊറിയർ വഴി ഈ വണ്ടി ഞാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്ത്. അങ്ങനെ സെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഡാമേജ് വന്നൊന്നും പോലും ഇല്ല. നമ്മൾ ഉപയോഗത്തിന്റെ പഴക്കം കാരണം ESC റിസീവറിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്പെയറിന് വേണ്ടി നിങ്ങൾ എന്നെ ആദ്യമേ കോൺടാക്ട് ചെയ്യത്തുള്ളൂ. പക്ഷെ എനിക്ക് ഇതിന്റെ സ്പെയറിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ വണ്ടി വിൽക്കണകൊണ്ടും വലിയ അർത്ഥമൊന്നുമില്ല. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സ്പെയറിന്റെ വയറിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി മൊത്തത്തിൽ ഓടത്തില്ല. നമുക്ക് ഉടായ്പൊന്നും കാണിക്കാനും പറ്റത്തില്ല. എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നല്ല കൂടിയ ബാറ്ററി MAH കൂടിയ ബാറ്ററി ഒക്കെ കൊണ്ട് ഷോർട്ട് വന്ന് വണ്ടി ഫുള്ള് നമ്മൾ വണ്ടിയുടെ അടുത്തായിട്ട് എത്തണ ആ ഒരു സ്പോട്ടിന് മുമ്പ് വണ്ടി പോകാനുള്ള വരെ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് ടോയ് ഗ്രേഡ് അല്ല, ഇത് രണ്ടും ഹോബി ഗ്രേഡ് ആണ്. ഈ ഡിഫൻഡറിൽ കുറച്ച് ടോയ് ഗ്രേഡിന്റെ കുറച്ച് ആക്സിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് മാത്രമേ ഡിഫൻഡറിൽ നമുക്ക് ടോയ് ഗ്രേഡ് ആയിട്ട് നിർത്താനുള്ളൂ. ബാക്കി ഫുള്ളി ഒരു ഹോബി ഗ്രേഡിന് പറ്റിയ ഐറ്റം തന്നെയാണ് നമ്മുടെ ഡിഫൻഡർ. കൊടുക്കണ പൈസക്ക് ഈ വണ്ടി കഴിഞ്ഞിട്ടേ വേറെ വണ്ടിയുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ ട്രാക്സസിന്റെ ഒക്കെ വണ്ടിനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ. അതൊക്കെ നല്ല ഹൈ ലെവലിൽ ട്രാക്സസിന്റെ കിട്ടണ ഒറിജിനൽ വണ്ടീന്റെ 3 ഇരട്ടി റേറ്റ് കുറവാണ് ഈ വണ്ടിക്ക്. എന്ന് വെച്ചാൽ ആ പ്രൈസിനുള്ള വണ്ടി ഇതുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ബോർഡിനെ പറ്റി പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വണ്ടിയും ചൈന ബ്രാൻഡാണ്. ചൈന ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഈ 2 വണ്ടിക്കും ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ രണ്ടും സെയിം ബോർഡ് തന്നെ. എന്ന് വെച്ചാൽ ഈ ട്രാൻസ്മിറ്റർ റിസീവർ ഈ കാണാൻ ലുക്ക് വേറെ ആണെങ്കിലും രണ്ടിന്റെ ബോർഡും സെറ്റപ്പും എല്ലാം ഒന്ന് തന്നെയാണ്. രണ്ടും ഒരുമിച്ച് വേറെ ആകത്തില്ല. 2 വണ്ടിയും നമുക്ക് സെപ്പറേറ്റ് ഓടിക്കാവുന്നതാണ്. ഇപ്പൊ ഡിഫൻഡറിന്റെ റിമോട്ട് ടൈഫണുമായിട്ട് നമുക്ക് പെയർ ആകത്തില്ല.
ബോർഡും എല്ലാ കാര്യങ്ങളും ഒന്നാണെങ്കിൽ തന്നെ ഇത് രണ്ടും ഒരുമിച്ച് നമുക്ക് പേരായി കിട്ടത്തില്ല. അതുപോലെ തന്നെ ഇതിന്റെ റിസീവർ പറഞ്ഞത് ഈ ഡിഫൻഡറിന്റെയും ടൈഫണിന്റെയും റിസീവർ പറഞ്ഞത് റിസീവറും ഇ എസ് സിയും ഒറ്റ ബോർഡിലാണ് വന്നത്. ഡിഫൻഡറിന്റെ ഇ എസ് സിയും റിസീവറും ഒറ്റ ബോർഡിൽ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റിയറിംഗ് സെർവോ പറഞ്ഞത് 5 വയറിന്റെ സ്റ്റിയറിംഗ് സെർവോ ആണ് ഇതിന്റെ പറഞ്ഞത്. സാധാരണ നമ്മളെ ഇവിടെയുള്ള ഹോബി ടൈപ്പിന്റെ നമ്മളല്ലാതെയൊക്കെ എടുക്കുന്ന ഹോബിയുടെയൊക്കെ വയർ എന്ന് പറയുന്നത് 3 വയറിന്റെ സെർവോ വയറാണ് പറഞ്ഞത്. പക്ഷെ ഇതിന്റെ പറഞ്ഞാൽ 5 വയറിന്റെ. അപ്പൊ തന്നെ നമുക്ക് സെർവോയുടെ അവൈലബിലിറ്റി അവിടെ കുറഞ്ഞു. എന്നുവെച്ചാൽ സെർവോയുടെ കാര്യത്തിന്റെ തീരുമാനമായി അവിടെ. അപ്പൊ നമ്മുടെ ഇ എസ് സിക്ക് ഇപ്പൊ ഒരു കംപ്ലൈന്റ് ഒന്നും വെച്ചോ എന്ന് വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും ഇത് 2 വണ്ടിയും വാട്ടർ പ്രൂഫ് അല്ല. നമ്മൾ വെള്ളത്തിൽ ഇറക്കാനാണെങ്കിൽ അപ്പൊ തന്നെ 2 അടിച്ചു പോകും. ആ സെക്കൻഡിൽ തന്നെ അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് ഫുള്ള്. ഇത് ബോർഡേ ക്ലാവ് പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം പറ്റും. അതുകൊണ്ട് തന്നെ 2 വണ്ടിയും വാട്ടർ പ്രൂഫ് അല്ലാത്തതുകൊണ്ട് ഇതിന്റെ ഇ എസ് സി ബോർഡിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്ന് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇ എസ് സി മാത്രമായിട്ട് നമുക്ക് മാറാൻ പറ്റത്തില്ല. നമുക്ക് അതിന്റെ കൂടെ റിസീവർ ബോർഡ് മാറേണ്ടി വരും. അപ്പൊ റിസീവർ ബോർഡ് മാറാൻ നേരം ഓൾറെഡി അതിന്റെ കൂടെ നമുക്ക് റിമോട്ടും കൂടി മാറ്റേണ്ട ആവശ്യം വന്നു. റിസീവർ ബോർഡ് എന്ന് പറഞ്ഞ് വാങ്ങാൻ നേരം റിസീവർ ബോർഡിന്റെ കൂടെ റിമോട്ടും കൂടി ഉണ്ടാവും. അപ്പൊ നമ്മൾ റിമോട്ട് വാങ്ങണം, റിസീവർ വാങ്ങണം, ഇ എസ് സി വാങ്ങണം, 3 വയറിന്റെ സെർവോ വാങ്ങണം. നമ്മൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈനായിട്ട് വെബ്സൈറ്റിൽ നമ്മൾ വാങ്ങണം. പിന്നെ ഇ എസ് സിയുടെ ഒക്കെ 3 വയറിന്റെ സെർവോ ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ 4 ഐറ്റം മാറ്റേണ്ടി വരുന്നു. ആ 4 ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ഈ വാങ്ങിച്ച ഈ ബഡ്ജറ്റ് ലെവലിലുള്ള ഈ വണ്ടിയുടെ ആ സെയിം റേറ്റ് അതിന് കൂടാനേ ചാൻസ് ഉള്ളൂ. അത് നമുക്ക് പിന്നീട് ഒരു പ്രശ്നമാകും. അതാണ് ഈ വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. റിസീവർ വി എസ് സിയും ഒറ്റ ബോർഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതിന്റെ സെർവോ വയർ വരുന്നത് 5 വയറിന്റെ സെർവോ വയറാണ് ഇതുമേലെ വരികയും ചെയ്യുന്നത്. ഡിഫൻഡറിന്റെ ആക്സിൽ വരുന്നത് ടോയ് ഗ്രേഡ് പോലത്തെ ആക്സിലാണ് പറഞ്ഞത്. അതൊരു നെഗറ്റീവ് ആണ്. അത് മാത്രമേ ഇതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൂ, ടോയ് ഗ്രേഡിന്റെ ആണ്. പിന്നെ അതിന്റെ ഉള്ളിൽ മെയിൻ ഗിയർ ഡിഫറൻസ് ഇല്ലാത്ത ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ മെയിൻ ഗിയർ ഒക്കെ എന്ന് പറയണ മെയിൻ വലിയ ഗിയർ എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കാണ് വരുന്നത്. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യണുണ്ട്. പ്ലാസ്റ്റിക് ആണ് പറഞ്ഞത്. കണ്ടോ, ഇതാണ് നമ്മുടെ ഡിഫൻഡറിന്റെ ആക്സിൽ വരുന്നത്. ഡിഫറൻസ് ഇല്ലാത്ത സിംഗിൾ ഷാഫ്റ്റിൽ വെറുതെ മെയിൻ ഗിയർ മാത്രം വന്നേക്കണം. എന്താണ് ഇത് പ്ലാസ്റ്റിക്കാണ്, നല്ല പ്ലാസ്റ്റിക്കാണ്. നമ്മളിത് അഴിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ട് വീല് നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ടീത്തയിൽ ഒരു പിടുത്തം പോലെ, എന്ന് വെച്ചാൽ മണ്ണൊക്കെ കയറി ടീത്തയിരിക്കത്തില്ല, അതുപോലെ ടക്ക് ടക്ക് ആ ഒരു വീലിൽ കുടച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് അഴിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ മെയിൻ ഗിയറിൽ ഇത് കണ്ടോ, മെയിൻ ഗിയറിൽ ഇത് ഈ പോർഷൻ കണ്ടോ, അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് പീസ് ഇരിക്കുന്നു. ആ ബ്ലാക്ക് കളർ ഇരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് പീസ് ആ ടീത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ വേസ്റ്റ് പീസ് കയറി നമ്മുടെ ചെറിയ ഗിയർ എന്ന് വെച്ചാൽ ഡ്രൈവ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഗിയർ, അതുമേ കയറി തട്ടണയാണ് വീൽ കറങ്ങാൻ നേരം ഒരു തട്ടൽ വരുന്നത്. അപ്പോൾ അത് മാറ്റാനായിട്ടാണ് നമ്മൾ അഴിച്ചത്. ഇത് കണ്ടോ, ഇത് പ്ലാസ്റ്റിക്കാണ്, ഷാഫ്റ്റ് മെറ്റലാണ്. പിന്നെ ബെയറിങ് 4 ബെയറിങ്ങും ഉണ്ട്. കണ്ട, ഇതിൻ്റെ ഉള്ളിലായിട്ട് മണ്ണ് കയറിയേക്കുന്നുണ്ട്. ഇത് ടോയ് ഗ്രേഡ് പോലത്തെ ആക്സിലായതുകൊണ്ട് മണ്ണും വെള്ളമൊക്കെ എളുപ്പത്തിൽ കയറും. പിന്നെ ഇത് പ്ലാസ്റ്റിക് അല്ലല്ലോ, ഇത് പ്ലാസ്റ്റിക് അല്ലേ, മെറ്റലൊന്നും അല്ലല്ലോ. ഇതാണ് അതിൻ്റെ ചെറിയ ഡ്രൈവ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഗിയർ വന്നത്. ഈ ഗിയർ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. ഇത് മെറ്റലാണ്, ഇത് പക്കാ മെറ്റലാണ്. നമ്മുടെ ടൈഫൂണാണ്. ടൈഫൂണെ പറ്റി പറയാനാണെങ്കിൽ ഇത് ഒരു ഫുള്ളി ഹോബി ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. ഇതിന്റെ ഡ്രൈവ് ഷാഫ്റ്റും ഇൻഗ്രാഡും എല്ലാം വന്നത് മെറ്റൽ തന്നെയാണ്. പിന്നെ ഇതിന്റെ ഫ്രണ്ടും ബാക്കും ആക്ച്വലി ഓവറാമോ അപ്പറാമൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് തന്നെയാണ്. ഇതിന്റെ ഷോക്ക്, ഈ ഷോക്ക് തന്നെ ഇതൊന്നും പറയാനില്ല, നല്ല കിടിലൻ പെർഫോമൻസ് തന്നെ ഷോക്ക് തന്നെയാണ്. നമ്മളിത് ഓയിൽ ഷോക്കിലായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഇല്ലെങ്കിൽ പോലും ഇത് നല്ല ചെയ്തില്ലെങ്കിൽ പോലും ഇത് നല്ല ഒരു അത്യാവശ്യം നല്ല കിടിലായിട്ടുള്ള ഷോക്ക് തന്നെയാണ് ഈ ടൈഫോണിന്റെ ഷോക്ക് വരുന്നത്. ടൈഫോണിന് ഫ്രണ്ടും ബാക്കും ഡിഫറൻഷ്യലും ഉണ്ട്, രണ്ടും അത് ഫുള്ള് മെറ്റലാണ്.
ഇതിന്റെ ഫുള്ള് ഡ്രൈവ് ഷാഫ്റ്റും കാര്യങ്ങളും ഇതിന്റെ ബാക്കി മെക്കാനിസങ്ങളൊക്കെ വന്നതെല്ലാം ഫുള്ള് മെറ്റലായിട്ടുള്ള പാർട്സ് ആണ്. നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാം ഈ വണ്ടി. ആ കാര്യത്തിലേക്ക് വണ്ടി പക്കയാണ്. വണ്ടിയുടെ പെർഫോമൻസും എല്ലാം നല്ല കിടിലം തന്നെയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഈ വണ്ടി ഒരു നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്ത് സ്റ്റണ്ട് ചെയ്യണതിൻ്റെ ഇടക്ക് ജമ്പായി വെള്ളത്തിൽ പോയായിരുന്നു. അതിൻ്റെ ഒരു ഷോട്ടും കൂടി ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് വെള്ളത്തിൽ പോയിട്ട് നമുക്ക് വണ്ടി വെള്ളത്തിന് കുറച്ച് നടുക്കാക്കി പോയി കിടന്നു. അപ്പൊ നമുക്ക് ഈ വണ്ടി കുറച്ച് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് 10-20 മിനിറ്റ് കേട്ട്. അപ്പൊ ഇതിന്റെ വണ്ടിക്ക് എന്ന് പറയുന്നത് നമ്മൾ ബാറ്ററി എപ്പോൾ ഇടുന്നു അപ്പൊ വണ്ടി ഓണാ എന്ന് വെച്ചാൽ നമുക്ക് റിസീവർ ബോർഡിൽ ഓൺ ഓഫ് സ്വിച്ച് ആയിട്ടൊന്നും ഇല്ല. ഇപ്പൊ ഡിഫൻഡറിന് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, പക്ഷെ ടൈഫൺ അങ്ങനെയല്ല. ടൈഫൺ നമ്മൾ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഓണും, ബാറ്ററി ഊരി കഴിഞ്ഞാൽ അപ്പോൾ ഓഫ് ആണ്. അപ്പൊ വണ്ടി നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് ഒരു 10-20 മിനിറ്റോളം പിടിച്ചു. അത്രയും ടൈം വണ്ടി ഇങ്ങനെ മലന്ന് വെള്ളത്തിൽ തന്നെ കിടന്ന്. ലൈറ്റൊക്കെ എല്ലാം ഓണായിരുന്നു, പക്ഷെ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിട്ടുണ്ടാവണം. എന്ന് വെച്ചാൽ ESC റിസീവർ ബോർഡ് ഓഫ് ആയിട്ടുണ്ടാവണം. പക്ഷെ അതുവരെ വെള്ളത്തിൽ കിടന്ന് ഷോർട്ടായി. നമുക്ക് വണ്ടിയുടെ കുറെ ക്ലീൻ ചെയ്തിട്ടാണ്, കുറെ തവണ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമുക്ക് സ്റ്റിയറിംഗ് മാത്രം വർക്ക് ചെയ്യണ രീതിയിലായി. വണ്ടി ഫ്രണ്ടും ബാക്കും വർക്കിംഗ് അല്ല, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകത്തില്ല, സ്റ്റിയറിംഗ് മാത്രമേ വർക്ക് ആവുള്ളൂ. അതുപോലെ നമ്മുടെ ബോർഡ് അടിച്ചു പോയി, അങ്ങനെ ഒരു പ്രശ്നം വന്ന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. നമുക്കിപ്പോൾ ബോർഡ് ഇങ്ങനെ വന്നുകൊണ്ട് നമുക്ക് ബോർഡ് ഒരെണ്ണം കിട്ടാനായിട്ട് കുറച്ച് പാടുപെട്ട്. ഇതിപ്പോ എനിക്ക് എൻ്റെ ഈ ടൈഫോണിന്റെ ബോർഡ് അടിച്ചു പോയതുകൊണ്ട് എനിക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ദുബായിൽ നിന്നുള്ള ഈ വണ്ടി പർച്ചേസ് ചെയ്തത്, അവിടെ ഈ ടൈഫോണിന്റെ ഈ റിസീവറും കൊണ്ട് ഈ റിമോട്ടും കൊണ്ട് പോയിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഈ സെയിം ESCയും പിന്നെ ESCയും റിസീവറും ആയിട്ടുള്ള ഈ സെയിം ബോർഡ് തന്നെ ഏതെങ്കിലും ഒന്നും എടുത്തിട്ട് ആ ബോർഡിൽ ഏതെങ്കിലും ആയിട്ട് എൻ്റെ റിമോട്ട് പെയർ ആണുണ്ടോ നോക്കുക. അല്ലെങ്കിൽ ഈ സെയിം റിസീവറും ഈ റിമോട്ടും അവിടെ നിന്ന് ഞാൻ ഒരെണ്ണം പർച്ചേസ് ചെയ്ത് വാങ്ങുക. അപ്പൊ ഇത് ഞാൻ അങ്ങോട്ട് കൊടുത്തയക്കണം, അല്ലെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചയക്കണം, കൊറിയർ അയക്കണം. അത് ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് സാധനം കിട്ടും, പക്ഷെ അത് ചിലപ്പോൾ എത്ര നാൾ കൊണ്ട് വരെ കിട്ടുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈ ടൈഫോൺ എന്ന് പറയുന്ന ഈ മോഡല് നമ്മുടെ ഇവിടെ നേരത്തെ തൊട്ട് തന്നെ ഉള്ളതാണ്. ഇത് പെട്ടെന്നൊന്നും ഇറങ്ങിയൊന്നുമല്ല, ഇത് കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ ഇവിടെ ഉള്ളതാണ്. അപ്പൊ ഈ വണ്ടി ഈ സെയിം വണ്ടി തന്നെ അപ്ഗ്രേഡ് ചെയ്ത് നമ്മുടെ ഇവിടെ കിട്ടുന്ന ESCയും റിസീവറും സെപ്പറേറ്റ് ബോർഡിലോട്ട് മാറ്റിയ, അപ്ഗ്രേഡ് ചെയ്ത് ബോർഡിലോട്ട് മാറ്റിയ ഒരു വണ്ടിയുടെ ഈ സെയിം ESC റിസീവർ നമ്മുടെ ഒരു ഫ്രണ്ട് വഴി നമുക്കിത് കിട്ടി. അപ്പൊ അതെടുത്ത് നമ്മുടെ വണ്ടിയിലായിട്ട് വെച്ച്, എന്നിട്ടാണ് നമ്മുടെ വണ്ടി ഈ രൂപത്തിലായത്. ഇപ്പൊ നമ്മുടെ വണ്ടി ഇപ്പൊ വർക്കിംഗ് ആണ്. ഇതാണ് വണ്ടിയുടെ ESCയും റിസീവറായിട്ടുള്ള ബോർഡ് പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മൾ മാറിയത്. നമ്മുടെ ബോർഡ് ഫുള്ള് അത് അടിച്ചു പോയി. സ്റ്റിയറിംഗ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, ഫ്രണ്ടും ബാക്കൊന്നും വർക്ക് ചെയ്യണില്ല. അപ്പൊ ഇതാണ് മാറിയത്. അപ്പൊ അതിന്റെ സെയിം റിമോട്ടും റിസീവറും തന്നെയാണ് പറഞ്ഞത്. ഇയർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ റിമോട്ടിന്റെ അത് നല്ല അത്യാവശ്യം പഴകിയതായിരുന്നു. അപ്പൊ നമ്മുടെ റിമോട്ടിന്റെ ബോഡിയിലായിട്ട് മറ്റേ വാങ്ങിച്ച നമ്മൾ സെക്കൻഡ് യൂസ്ഡ് സാധനം വാങ്ങിച്ച റിമോട്ടിന്റെ സാധനങ്ങളെല്ലാം ഉള്ളിലായിട്ട് കയറ്റി എല്ലാം സെറ്റാക്കി എടുത്തതാണ്. സ്വിച്ച് എല്ലാം കറക്റ്റ് സാധനം തന്നെയാണ്. പക്ഷെ റിമോട്ട് തമ്മിൽ രണ്ടും എന്ന് വെച്ചാൽ നമ്മുടെ റിമോട്ട് ഇപ്പൊ യൂസ്ഡ് ആയിട്ട് വാങ്ങിച്ച ഈ ബോർഡിന്റെ കൂടെ പെയർ ആകത്തില്ല. ഇയർ വ്യത്യാസം ഉള്ളതുകൊണ്ട് പെയർ ആവത്തില്ല. ഇതാണ് ഇതിന്റെ ESC റിസീവർ ബോർഡ് പറഞ്ഞത്. ഇത് മോട്ടറെ കൊടുക്കുന്ന കണക്ഷനാണ്, ഇത് ബാറ്ററി കൊടുക്കുന്ന കണക്ഷനും. ഇതാണ് ഇവിടെയാണ് ഇതിന്റെ സർവോ പറഞ്ഞത്. 5 വയറിന്റെ സർവോയുടെ ചിപ്പാണ് ഇത്. ലൈറ്റിന്റെ ആണ്. നമുക്ക് ടോപ്പിലും റിയറിലും അടിയിലൊക്കെ ലൈറ്റ് ഉണ്ട്. അതിന്റെ ലൈറ്റിന്റെ എന്താണ്. അപ്പൊ ഇതാണ് അതിന്റെ ESC റിസീവർ പറഞ്ഞത്. സാധാരണ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഹോബിയിൽ എന്നൊക്കെ പറയണത് റിസീവർ ഒരു ബോർഡ്, ESC ഒരു വേറെ ബോർഡ്, അങ്ങനത്തെ ടൈപ്പ് സാധനമാണ് വന്നത്. പക്ഷെ നമ്മുടെ ഈ 2 വണ്ടിയിലും ഈ ടൈപ്പ് സാധനമാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ടൈഫോണിന്റെ കാര്യം പറയാൻ നേരം ഞാൻ പറഞ്ഞല്ല, ഇതിനകത്ത് ഈ ഡ്രൈവും കാര്യങ്ങളൊക്കെ എല്ലാം കൊടുക്കണം, എല്ലാം ഡ്രൈവ് ഷാഫ്റ്റ് എല്ലാം കാര്യങ്ങളും ഡിഫറൻഷ്യലും എല്ലാം മെറ്റിലാണ്. അപ്പൊ മെറ്റിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ എവിടെ ഓടിച്ചെന്ന് പറഞ്ഞാലും മെറ്റിലായതുകൊണ്ട് തന്നെ നമ്മൾ ഓടിച്ചു കഴിയാൻ നേരം എപ്പോഴും മറ്റേ WD-40യും അതുപോലെയുള്ള ലൂബ്രിക്കേഷന്റെ സാധനങ്ങളൊക്കെ അടിച്ചു കൊടുക്കണം നല്ലതായിരിക്കും. ഇപ്പൊ നമ്മൾ ഈ 1 മാസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയിൽ തുരുമ്പ് വന്നിട്ടുണ്ട്. 1 മാസം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവ് ഷാഫ്റ്റിൽ ലിങ്കയിലും ആ ജോയിന്റിലൊക്കെ ഫുള്ള് തുരുമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തുരുമ്പ് വന്ന് പോയി കഴിഞ്ഞാൽ ഇത് തേയ്മാനം സംഭവിക്കും. ഒടിഞ്ഞൊന്നും പോയില്ല, തുരുമ്പ് വന്നു കഴിഞ്ഞാൽ തേയ്മാനം സംഭവിക്കും. അപ്പൊ പിന്നെ അത് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഈ സാധനത്തിനൊക്കെ നല്ല റേറ്റ് ആവും, ഈ ഡ്രൈവ് ഷാഫ്റ്റിനൊക്കെ. ഇത് യൂണിവേഴ്സൽ ഇത് ഡിഫറൻഷ്യന്റെ ഉള്ളില എന്ന് പറഞ്ഞ ജോയിന്റ് ആണ്. അതിനൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിഫറൻഷ്യന്റെ ഉള്ളില ഗിയറിനും തുരുമ്പൊക്കെ കയറി പിടിക്കും. അപ്പൊ നമ്മൾ എപ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാലും ഇതുമേലൊക്കെ WD-40 അതുപോലത്തെ ഉള്ള സാധനങ്ങളൊക്കെ അടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഫ്രെയിം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വേറെ സീനൊന്നുമില്ല, ഒന്നും പറ്റത്തൊന്നുമില്ല.
ഇതാണ് നമ്മുടെ ഡിഫൻഡറിന്റെ ഉൾവശം വരുന്നത്. ഇതാണ് ഡിഫൻഡറിന്റെ ESC പ്ലസ് റിസീവർ വരുന്നത്. ഇതാണ് 5 വയറിന്റെ സർവർ നമ്മൾ കണക്ട് ചെയ്യുന്ന പോയിന്റ്. ഇതിന് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, ടൈഫൂൺ ഓൺ ഓഫ് സ്വിച്ച് ഇല്ല. ബ്രഷ്ഡ് മോട്ടറാണ്, രണ്ടിലും ബ്രഷ്ഡ് മോട്ടറാണ് വരുന്നത്. ഡിഫൻഡർ ക്രൗളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഓഫ് റോഡ്, സാൻഡ് അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫൻഡറിന്റെ ഐറ്റംസ് മെറ്റലല്ല, എന്ന് വെച്ചാൽ ആക്സിലൊക്കെ പറഞ്ഞ മെറ്റലല്ല. അപ്പൊ ഈ ജോയിന്റിന്റെ ഈ ആക്സിന്റെ ഈ ജോയിന്റിന്റെ ഉള്ളിൽ കൂടി ഈ മണ്ണൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മള് ബീച്ചിലൊക്കെ ഓടിച്ചായിരുന്നു, ബീച്ചിലിട്ട് കുറെ ഓഫ് റോഡൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഇതിന്റെ ഉള്ളിലായിട്ട് മണ്ണ് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ബീച്ചിലൊക്കെ നമ്മളിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഇത് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും അഴിച്ചും ഫിറ്റ് ചെയ്തൊക്കെ തന്നെ അതും ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ വാട്ടർ പ്രൂഫ് അല്ല, രണ്ട് വണ്ടിയും വാട്ടർ പ്രൂഫ് അല്ല. ഇതിന്റെയൊക്കെ ഈ ടൈഫൂൺ ആയാലും ഈ ഡിഫൻഡർ ആയാലും വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ESC നനയാതെ വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞാൽ പോലും ആക്സിന്റെയും ഡിഫറൻസിന്റെ എല്ലാത്തിന്റെ ഉള്ളിൽ വെള്ളം കയറും. ടൈഫൂണിന്റെ മെറ്റൽ ഡിഫറൻസ് ആയതുകൊണ്ട് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തുരുമ്പ്. വെള്ളത്തിൽ എങ്ങാനും ഇറക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അഴിച്ച് നമ്മളതിന് WD-40 ഗ്രീസൊക്കെ ഇട്ട് സെറ്റാക്കി പഴയതുപോലെ ആക്കി എടുക്കണം. നല്ല മെയിൻ്റെനൻസ് വേണം. നമ്മുടെ ഒറിജിനൽ വണ്ടിനേക്കാളും കൂടുതൽ നമ്മൾ ഡെയിലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ രണ്ട് വണ്ടിക്കും മെയിൻ്റെനൻസ് ആവശ്യമാണ്. അല്ലെങ്കിൽ വണ്ടിയുടെ ലൈഫ് അത്രയും കുറയും. ലൈഫ് അത്രയും കുറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എല്ലാ സ്പെയറിനും പാർട്സിനും നല്ല റേറ്റ് ആണ്. അതാണ് വേറൊരു കാര്യം. നമ്മൾ ഈ ഹോബി എന്ന് പറയണത് ആ ഒരു രീതിയിൽ കാണേണ്ടതാണ്. ഇപ്പൊ ടോയ് ഗ്രേഡ് പോലെയല്ല, ഈ ഹോബി ഗ്രേഡ് എന്ന് പറയണത് നമ്മളൊരു പാഷൻ എന്നുപരി നമ്മൾ അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതിലാണ് കണക്കാം. കാര്യം രണ്ട് വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് വെള്ളത്തിൽ പോയി, രണ്ട് വണ്ടിയും കേടായി. നമ്മൾ ടൈഫൂൺ ശരിയാക്കി എടുത്ത് ഡിഫൻഡർ ഓടുന്നുണ്ട്, പക്ഷെ ഡിഫൻഡറിന്റെ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് ഒരു സൈഡിലായിട്ട് പോകത്തുള്ളൂ. ബോർഡ് സ്റ്റിയറിംഗിന്റെ സർക്യൂട്ടിന്റെ ബോർഡിന്റെ ഷോർട്ട് വന്നിട്ട് മോട്ടർ റൺ ചെയ്താണ്ട് തന്നെ ഇരിക്കത്തുള്ളൂ. ആ റൺ ചെയ്യണ മോട്ടറിനെ നമ്മൾ സെർവോയുടെ ഗിയറിനുള്ളിലാണ്ട് വെച്ച് കഴിയുമ്പോൾ അത് സ്റ്റക്കായി അവിടെ നിൽക്കുകയാണ്. സെർവോ ഹീറ്റായി അവിടെ അത് കത്താനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മൾ വേറെ സെർവോ വെച്ച് നോക്കി, ബോർഡിന്റെ കുഴപ്പം തന്നെയാണ്, സെർവോയുടെ കുഴപ്പമില്ല. അപ്പൊ സെർവോ നമ്മളിപ്പോ കട്ട് ചെയ്ത് ഉപയോഗിക്കാതെ ഇട്ടേക്കണേണ്. അപ്പൊ ഡിഫൻഡർ ശരിയാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ സ്പെയർ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഡിഫൻഡർ കുറവാണ് നമ്മുടെ ഇവിടെ. ഇപ്പൊ ഈ ടൈപ്പ് ഡിഫൻഡർ ഇവിടെ ഇറങ്ങി തുടങ്ങണേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിന്റെ സ്പെയർ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് കിട്ടിയതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അത് ശരിയാക്കണ ഒരു വീഡിയോയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡിഫൻഡറിൽ ടൈഫൂണിൽ നമുക്ക് ഇനി പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്യാനല്ല. ഇനി ESCയുടെയും റിസീവറിന്റെയും മോട്ടറിന്റെ ഒക്കെ അപ്ഗ്രേഡ് കഴിഞ്ഞു വന്നുള്ളൂ. അല്ല നമ്മുടെ ഡിഫൻഡറിൽ ഇനി ഫുള്ളി ഒരു മോഡിഫൈഡ് വീഡിയോ തന്നെ അപ്ഗ്രേഡ്സ് കുറച്ച് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ മഡ് ഫ്ലാപ്പ് വെക്കണം, പിന്നെ ടോപ്പിൽ നമ്മൾ ഓഫ് റോഡ് പോകണ കുറച്ച് ഐറ്റംസ്, പിന്നെ വണ്ടിയുടെ കളറൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ കളർ ഈ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ മാറ്റി നമ്മളൊരു സിംഗിൾ കളർ ആക്കുന്നുണ്ട്. പിന്നെ ഡിഫൻഡറിൽ നമ്മൾ ഓയിൽ ഷോക്ക് കയറ്റുന്നുണ്ട്. ടൈഫൂണിൽ നമ്മൾ ഓയിൽ ഷോക്ക് കയറ്റുന്നുണ്ട്. അപ്പോൾ ഓയിൽ ഷോക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു വീഡിയോ ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഇത്രയാണ് ഉള്ളത്. നമ്മളപ്പോ ഈ രണ്ട് വണ്ടിയും ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ ഇത് എടുത്തു കൊടുത്ത് സെയിൽ ചെയ്യുന്നില്ല. സ്പെയറിന്റെ അവൈലബിലിറ്റി കുറവ് കൊണ്ട് തന്നെയാണ്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, ബൈ.